നമ്മുടെ ഈ ജൂബിലി സംഗമം, ആഗോള മലയാളി സംഗമം നവീകരണ രംഗത്ത് നടത്തിയ സംഭാവനകളെക്കുറിച്ച് ഓർമ്മിക്കുവാനും ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയുണ്ട് എന്ന് വിലയിരുത്തുവാനും ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ആലോചിക്കുവാനുമുള്ള ഒരു സമയമായിരുന്നുവല്ലോ. 2 ദിവസങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ ചിലവഴിച്ചു. ഇനി അവസാന നിമിഷങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ഈ വലിയ മുന്നേറ്റത്തെ സഹായിച്ച ചില പ്രതിഭകളെ നമ്മൾക്ക് ആദരിക്കേണ്ടതുണ്ട് എന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രചോദനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇത്രയും പേരെ കണ്ടെത്തിയത്. ശരിയല്ലേ ജോൺസൺ സാർ? ഇങ്ങനെയാണ് ഇവരെ കണ്ടെത്തിയിരിക്കുന്നത്. ഇവരോരോരുത്തരെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. കൂടുതൽ കാര്യങ്ങൾ ഓരോരുത്തരും എന്താണ് സംഭാവന ചെയ്യുന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിക്കോളും. ഞാൻ ഒരു വാക്ക് മാത്രം എടുത്തു പറയുകയാണ്. ഇവര് കർമ്മ മണ്ഡലത്തിൽ വന്നപ്പോൾ തങ്ങൾ കിട്ടിയ നല്ല ദൈവിക പ്രചോദനം മറ്റുള്ളവർക്കും വേണ്ടി പങ്കുവയ്ക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ട് അനേകരെ ഒരു ദൈവാനുഭവത്തിലേക്ക് എത്തിച്ചു, വിവിധ രൂപത്തിൽ എത്തിച്ചു എന്നുള്ളതാണ് ഇവരുടെ എല്ലാവരുടെയും പ്രത്യേകത. അങ്ങനെ നോക്കുമ്പോൾ ഇവരുടെ ഈ പിന്നിട്ട നാളുകളിലെ ജീവിതം എന്ന് പറയുന്നതിനെ ഈശോയെക്കുറിച്ച് അപ്പസ്തോല പ്രവർത്തനത്തിൽ പറയുന്ന ഒരു വാക്കിനോട് ചേർത്ത് വായിക്കാവുന്നതാണ്. ഈശോയെക്കുറിച്ച് 10-ാം അധ്യായം, അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായത്തിൽ മനോഹരമായ ഒരു വാക്കുണ്ട്. വളരെ സംക്ഷിപ്ത രൂപത്തിൽ ലൂക്കാ സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അത് എന്താണെന്നറിയാമോ? അവൻ നന്മ ചെയ്തുകൊണ്ട് ചുറ്റി നടന്നു. നമ്മുടെ ഈ പ്രിയപ്പെട്ടവര് എല്ലാവരും ഒരു ദൈവാനുഭവം കിട്ടിയതിന് ശേഷം ദൈവാത്മാവിനെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നന്മ ചെയ്തുകൊണ്ട് ചുറ്റി നടന്നവരുടെ ഗണത്തിൽപ്പെടുന്നവരാണ്. അപ്പം നന്മയെ നമ്മളും അങ്ങനെ ചെയ്തതാണല്ലോ, അപ്പം നമ്മളെ ആരെയും വിളിച്ചിരുത്തിയില്ലല്ലോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും. അപ്പോൾ അവിടെയാണ് ഒരു പ്രശ്നം. ഈ നന്മയെ 2 വിധത്തിൽ നോക്കിക്കാണണം. ഒന്ന്, നന്മയുടെ തന്നെ ക്വാളിറ്റി, അതിൻ്റെ ഗുണഗണങ്ങൾ നോക്കണം. 2, അതിൻ്റെ ഇമ്പാക്റ്റ് എത്ര പേരിലേക്ക് എത്തുന്നു, ക്വാണ്ടിറ്റി. ഇത് 2 കൂടെ നോക്കണം. അങ്ങനെ നോക്കുമ്പോഴാണ് ഇവരുടെ സേവനം, ഇവരുടെ ശുശ്രൂഷ എന്തുമാത്രം സവിശേഷതകൾ ഉള്ളതാണ് എന്ന് തിരിച്ചറിയുന്നത്. അങ്ങനെ ഉള്ള ഒരു വിലയിരുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് ഒക്കെ വെച്ചുകൊണ്ട് കണ്ടെത്തിയ ചില രത്നങ്ങളാണ് ഇപ്പോൾ ഈ സ്റ്റേജിലിരിക്കുന്നത്. നമുക്കൊരു കൈയടി കൊടുക്കാം. അതുകൊണ്ട് KCBC കരിസ്മാറ്റിക് കമ്മീഷന്റെ പേരിൽ ഞാൻ ഇവരെ എല്ലാവരെയും അനുമോദിക്കുകയും ഇനിയും ഇവരുടെ ശിഷ്ടകാലം ഇതുപോലെ നന്മ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും അനുമോദനങ്ങൾ, പ്രാർത്ഥനാശംസകൾ. പ്രിയ ബഹുമാനപ്പെട്ട നായ്ക്കമ്പറമ്പിലച്ച, വളരെ ആദരവോടെ അങ്ങ് ഈ കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തെ ജ്വലിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ, ഡിവൈൻ പോട്ട ഇടപെടൽ നമുക്കൊരിക്കലും മറക്കാനാവില്ല. കരിസ്മാറ്റിക് നവീകരണത്തിൽ ധാരാളം ആളുകളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന്, ധാരാളം അക്രൈസ്തവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് ഇന്നും അതിന് വേദിയായിക്കൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ആദരണീയനായ നായ്ക്കമ്പറമ്പിലച്ചനെ ഈ ജൂബിലി സംഗമത്തിൽ KCSC വിനയപൂർവ്വം ആദരിക്കുന്നു. തുടർന്ന് പ്രിയപ്പെട്ട എഡ്ഡി സാർ, എഡ്ഡി ചേട്ടൻ, അല്ലെങ്കിൽ പ്രൊഫസർ ഡോക്ടർ എഡ്വേർഡ് ഡേഴത്ത്. പ്രിയപ്പെട്ടവരെ, എഡ്വേർഡ് സാറ് കരിസ്മാറ്റിക് ആകുന്നത് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ്. ആദ്യത്തെ കരിസ്മാറ്റിക് ധ്യാനം കൂടിയാളാണ് എഡ്ഡി സാറ്. ധാരാളം യുവജനങ്ങൾ സാറിന്റെ വിനയവും സാറിന്റെ ലാളിത്യവും സാറിന്റെ ധൈര്യവും കണ്ടു വളർന്നവരാണ്. ഞങ്ങളൊക്കെ സാറിനെ ഒന്ന് തൊടാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അത്തരത്തിൽ യുവജനങ്ങളുടെ ഹരമായിരുന്നു ഒരു കാലത്ത് ഡോക്ടർ എഡ്വേർഡ് ഡേഴത്ത്. ധാരാളം ഇന്ന് ജീസസ് യൂത്ത് വളർന്ന് സഭയിലൊരു പൊന്തിഫിക്കൽ മൂവ്മെന്റ് ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, സാറിന്റെ ജീവനും ജീവിതവും വീടും സകലതും
അതിനുവേണ്ടി പണയപ്പെടുത്തിയ ആളാണ്. പ്രിയപ്പെട്ട എഡ്ഡി സാറ്, കേരള കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിന്റെ ജൂബിലി വേളയിൽ അങ്ങയെ ഞങ്ങൾ വിനയപൂർവ്വം ആദരിക്കുന്നു. പ്രിയപ്പെട്ട തങ്കച്ചായൻ, ആമുഖങ്ങളുടെ ആവശ്യമില്ലാത്ത കേരളത്തിലെ കരിസ്മാറ്റിക് വീടുകളിൽ പല പ്രാവശ്യം എത്തി ആളുകളുടെ കവിള തുമ്മ കൊടുത്ത പ്രിയപ്പെട്ട തങ്കച്ചായന്റെ ഉമ്മ കിട്ടിയ ധാരാളം ആളുകൾ ഇവിടെയുണ്ട്. കേരള കരിസ്മാറ്റിക് നവീകരണത്തിലെ അൽമായരെ രൂപപ്പെടുത്തിയ, സഭാത്മക ദർശനം നൽകിയ, കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച പ്രിയപ്പെട്ട തങ്കച്ചായ, അങ്ങ് കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തിന് നൽകിയ സംഭാവനകളുടെ മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് KCSC അങ്ങയെ വിനയപൂർവ്വം ആദരിക്കുന്നു. പ്രിയപ്പെട്ട PV മേരിക്കുട്ടി ചേച്ചി, ധാരാളം പേരുടെ മേരിക്കുട്ടി ടീച്ചർ. പ്രിയപ്പെട്ടവരെ, 1982-83 കുട്ടികളെക്കുറിച്ചുള്ള സ്വപ്നവും കരച്ചിലുമായിട്ട് എമ്മാവൂസിന്റെ ആ മുറികളിൽ ഈ ഏങ്ങലടികളുമായിട്ട് ഇരുന്നിട്ടുള്ളൊരു ചേച്ചി. ധാരാളം ഞാനും കേട്ടിട്ടുണ്ട് ആ ഏങ്ങലടികൾ. കുഞ്ഞുങ്ങളെ വേണം, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ ചേച്ചിയുടെ ചങ്കിനകത്തുനിന്ന് ഉണ്ടായ ശിശുവാണ് ക്രിസ്റ്റീൻ. ചേച്ചിയുടെ ചങ്കിനകത്തുനിന്ന് പുറത്തു വന്ന ശിശുവാണ് ക്രിസ്റ്റീൻ. പ്രിയപ്പെട്ടവരെ, ഈ മിനിസ്ട്രി ലോകത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. ധാരാളം വൈദികര് രൂപപ്പെട്ടു ക്രിസ്റ്റീനിലൂടെ, ധാരാളം സിസ്റ്റേഴ്സ് രൂപപ്പെട്ടു, ധാരാളം നല്ല കുടുംബസ്ഥർ രൂപപ്പെട്ടു ക്രിസ്റ്റീൻ മിനിസ്ട്രിയിലൂടെ. ഇന്നും ലോകം മുഴുവൻ പ്രിയപ്പെട്ട മേരിക്കുട്ടി ചേച്ചി കുഞ്ഞുങ്ങളെ ചങ്കിനകത്തെടുത്തു വെച്ച് ചേച്ചി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിച്ച് കരിസ്മാറ്റിക് നവീകരണത്തിന് നൽകിയ വലിയ സംഭാവനകളുടെ മുമ്പിൽ ഇതാ ജൂബിലി സംഗമത്തിൽ KCSC ശിരസ് നമിക്കുന്നു. എമ്മാവൂസിന്റെ സ്വന്തം ആന്റണി ചേട്ടൻ, CO ആന്റണി. പ്രിയപ്പെട്ടവരെ, പട്ടാളത്തിൽ നിന്ന് സേവനം VRS എടുത്തത് കരിസ്മാറ്റിക് ആകാൻ വേണ്ടിയാണ്. ഫുൾ ടൈം കരിസ്മാറ്റിക് ആകാൻ വേണ്ടി ബോംബെയില് VRS എടുത്ത പട്ടാളക്കാരനാണ്, നേവി ഉദ്യോഗസ്ഥനാണ് CO ആന്റണി. കേരളത്തിലേക്ക് തിരിച്ചു വന്ന എമ്മാവൂസിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ഇന്ന് എമ്മാവൂസ് എന്ന് പറഞ്ഞാൽ അത് CO ആന്റണിയാണ്. ജീവജ്വാല എന്ന് പറഞ്ഞാൽ CO ആന്റണിയാണ്. ജീവജ്വാല ഇന്ന് കേരള സഭയിൽ ഇന്ന് ജീവജ്വാല ഓരോ മാസവും പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു മനുഷ്യന്റെ ത്യാഗം കൊണ്ട് മാത്രമാണ്. ആന്റണിച്ചേട്ടൻ എമ്മാവൂസിന്റെ ഡയറക്ടറായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇന്നും എമ്മാവൂസിൽ ആന്റണിച്ചേട്ടൻ ജീവനാഡിയാണ്. ആന്റണിച്ചേട്ട KCBC കരിസ്മാറ്റിക് കമ്മീഷനും എമ്മാവൂസും ഈ സുവർണ ജൂബിലി കൺവെൻഷനിലെ അംഗങ്ങളും ചേർന്ന് അങ്ങയെ വളരെ സ്നേഹപൂർവ്വം ആദരിക്കുന്നു. പ്രിയപ്പെട്ട ധാരാളം ആളുകളുടെ ജെയിംസ് കുട്ടി ചമ്പക്കുളം. ഞാൻ ആദ്യമായിട്ടൊരു അൽമായൻ പ്രസംഗിക്കുന്നത് കേൾക്കുന്നത് വൈക്കത്തിനടുത്ത് വല്ലകം പള്ളിയിൽ വന്ന് ജെയിംസ് കുട്ടി ബ്രദർ 1982 ഒരു 3 ദിവസത്തെ ധ്യാനം നയിച്ചു. ഞാനും അതിനകത്ത് പോയിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഈ ഒരു അൽമായന്റെ വായിൽ നിന്നും തുരുതുരാ വെള്ളം ഒഴുകുന്നത് പോലെ ദൈവവചനം വരുന്നു. അത് കണ്ട് അന്താളിച്ചിരുന്ന ഒരു പാവപ്പെട്ട പയ്യനാണ് ഞാൻ. ജെയിംസ് കുട്ടി ബ്രദറെ, അങ്ങ് ഒരൽമായൻ സുവിശേഷം പ്രഘോഷിക്കണം എന്ന് കേരളക്കരയെ പഠിപ്പിച്ച അൽമായനാണ്. ഇന്നും അത് തുടരുന്നു. അങ്ങ് ആരംഭിച്ച അൽമായ സുവിശേഷ പ്രഘോഷണം ഇന്നും തുടരുന്നു. ഇന്ന് ഈ കൺവെൻഷനെ ഡിവൈനിൽ നമുക്ക് എല്ലാ ഒരുക്കങ്ങൾക്കും നേതൃത്വം നൽകുന്നത് ജെയിംസ് കുട്ടി ബ്രദർ കൂടിയാണ്. അതും കൂടി ഓർത്തുകൊണ്ട് പ്രിയപ്പെട്ട ജെയിംസ് കുട്ടി ബ്രദറെ, കേരള കരിസ്മാറ്റിക് സമൂഹത്തിന്റെ ജൂബിലി സംഗമത്തിൽ അങ്ങയെ ഞങ്ങൾ സ്നേഹപൂർവ്വം ആദരിക്കുന്നു. കേരളത്തിന്റെ യുവ വിപ്ലവകാരി സന്തോഷ് കരിമത്ര അനേകം ഹൃദയങ്ങളിൽ തീ പകർത്തിയ, എത്തിപ്പെടാൻ പറ്റാത്ത മേഖലകളിലേക്ക് നവീകരണത്തെ എത്തിച്ച പ്രിയപ്പെട്ടവരെ, ന്യൂസ് ചാനൽ ഉൾപ്പെടെയുള്ള സുവിശേഷ പ്രഘോഷണ മാധ്യമങ്ങളിലൂടെ കരിസ്മാറ്റിക് നവീകരണത്തിന് പുതിയ മുഖം തുറന്ന, ഇന്ന് കേരള സഭയ്ക്ക് പോലും ശബ്ദിക്കണമെങ്കിൽ ഷെക്കീന ചാനൽ ഇന്ന് ആവശ്യമാണ്. അത്തരത്തിൽ നവീകരണത്തെ കേരള സഭയുടെ ഹൃദയത്തിനകത്ത് പാകിയ സന്തോഷ് കരിമത്ര, പ്രിയപ്പെട്ട സന്തോഷേ, ഞങ്ങളിതാ സ്നേഹപൂർവ്വം അങ്ങയുടെ ഊർജ്ജസ്വലതയ്ക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് അങ്ങയെ ആദരിക്കുന്നു.
ഈ ദിവസങ്ങളിൽ നിങ്ങൾ കേട്ട് കൈയടിച്ച് നിങ്ങൾ സ്വീകരിച്ച പ്രിയപ്പെട്ട സീറ്റ്ലി പ്രിയപ്പെട്ടവരെ ജീസസ് യൂത്തിലൂടെ കരിസ്മാറ്റിക് നവീകരണത്തിലേക്ക് വന്നു. സീറ്റ്ലിയുടെ ആദ്യത്തെ ശുശ്രൂഷ ബൈബിൾ വിതരണമൊന്നും ആയിരുന്നില്ല. എവിടെ യുവജന കൺവെൻഷൻ നടന്നാലും അവിടുത്തെ അടുക്കള സീറ്റ്ലിക്കാണ്. ആ അടുക്കളയ്ക്കകത്ത് സ്വർണ്ണക്കടയുടെ മുതലാളി അടുക്കളയ്ക്കകത്ത് ശുശ്രൂഷിക്കുന്നത് കണ്ട് ധാരാളം യുവജനങ്ങൾ അത്ഭുതപ്പെട്ടു. സീറ്റ്ലി അടുക്കളക്കാരനാണ്. തങ്കച്ചായം പഠിപ്പിച്ചു കൊടുത്തൊരു ശുശ്രൂഷയാണ്. മോനെ സീറ്റ്ലി, നിനക്ക് ഇണങ്ങുന്ന ശുശ്രൂഷയാണിതെന്ന് പറഞ്ഞ് ഏത് യുവജന കൺവെൻഷനിലും ഭക്ഷണം പാകം ചെയ്തിരുന്ന സീറ്റ്ലി വചനത്തിന്റെ വറുതി കണ്ട് ലോകത്തിൽ ഇന്ന് പ്രിയപ്പെട്ടവരെ 33 ഭാഷകളിൽ ദൈവവചനം പകർന്നു കൊടുക്കുന്ന അസുലഭ കാരിസമുള്ള സഭയുടെ അഭിമാനമായ ഞങ്ങളുടെ ഇടുക്കി ബിഷപ്പ് കരിസ്മാറ്റിക്കുകാരെ എന്ന് വിളിച്ചു കൂട്ടിയാലും പറയും, നിങ്ങൾ ആ തൃശ്ശൂരുള്ള സീറ്റ്ലിയെ കണ്ടുപഠിക്കുക എന്ന് പറയും. സീറ്റ്ലി എന്റെ സുഹൃത്താണെന്ന് ഞാൻ പറഞ്ഞപ്പോ പിതാവ് എന്നെ ഒന്ന് തൊട്ടു. എന്നിട്ട് പറഞ്ഞു സീറ്റ്ലിക്ക് കൊടുത്തേക്കാൻ പറഞ്ഞു ഈ സ്പർശനം. പ്രിയപ്പെട്ട സീറ്റ്ലി, ഞങ്ങൾ അഭിമാനിക്കുന്നു. കരിസ്മാറ്റിക് നവീകരണത്തിന്റെ സന്തതിയാണ് സീറ്റ്ലി. കേരള സമൂഹം അങ്ങയുടെ മുമ്പിൽ ശിരസ് നമിക്കുന്നു. പ്രിയപ്പെട്ട സിസ്റ്റർ ഡാഫിനി അമ്മ എന്നാണ് ധാരാളം പേര് പറയുന്നത്. അമ്മയാണ്. നോക്കണേ, ചങ്കില്ലാത്ത ഒരു സ്ത്രീ ഇതിനകത്തുണ്ടെങ്കിൽ അത് ഡാഫിനി അമ്മയാണ്. പേസ് മേക്കർ വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. പേസ് മേക്കറിലാണ് ജീവിക്കുന്നത്. എന്നിട്ടും കരിസ്മാറ്റിക് നവീകരണം എന്ന് കേട്ടാൽ ഡാഫിനി അമ്മയ്ക്ക് കാലിൽ ചിറക് വരും, കയ്യിൽ ചിറക് വരും, കാലിൽ തീ പിടിക്കും, ഓടും. അങ്ങനെ ഇന്നും വർഷങ്ങളായി കരിസ്മാറ്റിക് നവീകരണത്തിൽ പ്രത്യേകിച്ച് കാരിസം പ്രിയപ്പെട്ടവരെ കേരള കരിസ്മാറ്റിക് നവീകരണത്തിൽ വരങ്ങൾ വർക്കേഴ്സിനോട് ചേർന്ന് നിന്ന് വരങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് പഠിച്ച് കേരള കരിസ്മാറ്റിക് നവീകരണത്തിലെ കരിസ്മാറ്റിക് വരങ്ങളെ അനേകരുടെ ജീവിതത്തിലേക്ക് പകർത്തിയ ഡാഫിനി അമ്മ സമർപ്പണത്തിന്റെ ഉദാഹരണം, പ്രിയപ്പെട്ടവരെ ജീവിത സാക്ഷ്യത്തിന്റെ ഉദാഹരണം. ഡാഫിനി അമ്മയുടെ മുമ്പിൽ കേരളത്തിലെ കരിസ്മാറ്റിക് സമൂഹം വളരെ വിനയത്തോടെ ശിരസ് നമിക്കുന്നു. ആൾക്കാർ പറയുന്നത് പോലെ ലാസ്റ്റ് ഒരാളും കൂടി ഉണ്ട്. ലാസ്റ്റ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ആലീസ് കുട്ടി ചേച്ചി പ്രൊഫസർ CC ആലീസ് കുട്ടി, പാലക്കാട് മേഴ്സി കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത ഇംഗ്ലീഷ് അധ്യാപിക, ജീവിതം കർത്താവായ ഈശോ മിശിഹായ്ക്ക് വേണ്ടി ഉഴിഞ്ഞുവെച്ച സിംഗിൾ ലൈഫ് തെരഞ്ഞെടുത്ത ആലീസ് കുട്ടി ചേച്ചി, ധാരാളം പേരെ സ്നേഹം കൊണ്ട് തൊട്ട ആലീസ് കുട്ടി ചേച്ചി. പ്രിയപ്പെട്ടവരെ, കരിസ്മാറ്റിക് നവീകരണത്തിന്റെ വളർച്ചയിൽ ചേച്ചിയെ പോലെയുള്ള വളരെ പക്വമതികളായ ആളുകളുടെ ഉപദേശം ധാരാളം പേര് സ്വീകരിച്ചിട്ടുണ്ട്. ധാരാളം കുടുംബങ്ങൾ ചേച്ചിയുടെ ഉപദേശം സ്വീകരിച്ചിട്ടുണ്ട്. ധാരാളം യുവജനങ്ങൾ ചേച്ചിയുടെ ഉപദേശം സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നും ചേച്ചി കരിസ്മാറ്റിക് നവീകരണത്തിന്റെ സ്വന്തമാണ്. ഇന്ന് ഈ ജൂബിലി കൺവെൻഷനിൽ ചേച്ചി ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചപ്പോൾ തിരിച്ചു നിന്ന മറുപടി, പിന്നെ ഞാനില്ലാതെ എന്ത് കൺവെൻഷൻ എന്നാണ് ചോദിച്ചത്. പ്രിയപ്പെട്ട ആലീസ് കുട്ടി ചേച്ചി, അങ്ങയുടെ ഈ വലിയ സമർപ്പണത്തിന് മുൻപിൽ, ജീവിത സാക്ഷ്യത്തിന് മുൻപിൽ ഞങ്ങൾ വളരെ ഹൃദയപൂർവ്വം ശിരസ് നമിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ വ്യത്യസ്തനായ മറ്റൊരു വ്യക്തിയാണ് ഫ്രാൻസിസ് പുല്ലൻ. ഇപ്പോഴത്തെ KCSCയുടെ ട്രഷററാണ്, ഈ ജൂബിലി കൺവെൻഷന്റെ ട്രഷററാണ് ഫ്രാൻസിസ് പുല്ലനെ ഞങ്ങൾ ഈ സമയം പ്രത്യേകമായിട്ട് ഇവിടെ ഫ്രാൻസിസ് തിയേറ്ററിനെ ഓർക്കുന്നതിന്റെ ഒരു കാരണം ഇതാണ്. എമ്മാവൂസ് നമുക്കറിയാം, നമ്മൾ കാലാകാലങ്ങളിൽ പണിതുയർത്ത പല പരിമിതികളുടെ ഇടയിൽ നിന്ന് പണിതുയർത്തിയ സ്ഥലമാണ് എമ്മാവൂസ്. അവിടെ ഒരു ലേറ്റി ഫോർമേഷൻ സെന്റർ ഉണ്ട്, അൽമായ പരിശീലന കേന്ദ്രം. ചുറ്റുപാടും നിന്ന് എല്ലാ ദിവസവും ബഹളമാണ്. കാരണം ഒരല്പം സ്വരം കൂടിയാൽ അടുത്തു നിന്ന് വീടുകളിൽ നിന്ന് വിളി വരും. വിളി മാത്രമല്ല, പോലീസും വരും. അച്ഛൻ ചെയർമാനായതിനു ശേഷമാണ് ആദ്യമായിട്ട് എമ്മാവൂസിൽ പോലീസ് കയറിയത്. അതിന്റെ ക്രെഡിറ്റ് ജോൺസൺ തൗണ്ടയിലച്ഛനാണ്. പോലീസ് വന്നിട്ട് അച്ഛന് വാണിംഗ് കൊടുത്തു, ഇനി സൗണ്ടിന്റെ പ്രശ്നവും പറഞ്ഞ് ആളുകൾ ബഹളം വെച്ചാൽ അച്ഛാ ഇത് കേസാകും. പ്രിയപ്പെട്ടവരെ, ഇത് ചങ്കിനകത്ത് ഏറ്റെടുത്തയാളാണ് ഫ്രാൻസിസ് പുല്ലൻ. അദ്ദേഹമാണ് എന്ന് പറഞ്ഞത്, നമുക്കിത് സൗണ്ട് പ്രൂഫ് ആക്കാം. സൗണ്ട് പ്രൂഫ് ആക്കണമെങ്കിൽ AC പിടിപ്പിക്കണം.
അങ്ങനെ പോയി തൊട്ടപ്പോഴാണ്, ആ പഴയ ബിൽഡിംഗ് പോയി തൊട്ടപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കിയത് ഇത് മൊത്തം മാറണം. എന്നിട്ടും അത് ഏറ്റെടുത്തു. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു ചെറിയ തുകയാകുമെന്ന് വിചാരിച്ച് തുടങ്ങി. ഫ്രാൻസിസ് ഏട്ടന്റെ ഒരു 2 മാസക്കാലത്തെ നിശ്ചയദാർഢ്യം, 2 മാസക്കാലത്തെ ഒരു ദിവസം പോലെ ഇടതടവില്ലാതെ എമ്മാവൂസിൽ വന്ന കാര്യങ്ങൾ നോക്കിയെടുത്ത് ഇതിന് ഫണ്ട് റൈസ് ചെയ്യാനുള്ള എല്ലാ വഴികളും ഉപയോഗിച്ച് കരഞ്ഞ് നിലവിളിച്ച്, പ്രിയപ്പെട്ടവരെ, ഇന്ന് എമ്മാവൂസ് സൗണ്ട് പ്രൂഫാണ്. ഇന്ന് എമ്മാവൂസ് AC ഹാളാണ്. നാളെ നമുക്ക് എന്ത് പരിപാടികളും അതിനകത്ത് നടത്താം, ഫോർമേഷൻ പ്രോഗ്രാമുകൾ നടത്താം. അതിന് അത്യധ്വാനം ചെയ്ത ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് പുല്ലനെ KCSEയും ഈ ജൂബിലി സംഗമത്തിലുള്ള എല്ലാവരും ചേർന്ന് വിനയപൂർവ്വം ആദരിക്കുന്നു. നമ്മളിവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച ചില ആളുകളുടെ പേരുകൂടി ഒന്ന് പരാമർശിക്കുകയാണ്. ഒന്ന്, അബ്രഹാം പള്ളിവാക്കലച്ചൻ. ഇന്ന് നമ്മൾ എമ്മാവൂസ് എന്ന് പറയുന്ന ഒരു കെട്ടിടവും ഒരു സ്ഥലവും ഒക്കെ അവിടെ കാണുന്നുണ്ട് കളമശ്ശേരിയിൽ. സത്യത്തിൽ ഇതാണ് കരിസ്മാറ്റിക് നവീകരണത്തെ ഈ 50 കൊല്ലക്കാലം നവീകരണത്തിന് ശരിയായ ദിശ നൽകി, ഫോർമേഷൻ നൽകി കൊണ്ടു നടന്ന ആലയം എമ്മാവൂസ് ആണ്. നവീകരണം കേരളത്തിൽ ആരംഭിച്ചപ്പോൾ എമ്മാവൂസ് ഇല്ലായിരുന്നു. അച്ഛന്റെ ഭാഷയിൽ തന്നെ ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ കരിസ്മാറ്റിക് നവീകരണത്തെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഒരു സമിതി രൂപപ്പെട്ടപ്പോൾ ഇതിനൊരു ഓഫീസ് ഇല്ലായിരുന്നു, ഒരു അലമാര പോലും ഇല്ലായിരുന്നു. എന്നിട്ട് ഇതിന്റെ ഒരു ചില ബുക്കും കാര്യങ്ങളും ഒക്കെ വേണമല്ലോ. ഇതുമൊക്കെ ആയിട്ട് ഇങ്ങനെ പല സ്ഥലത്ത് മാറി മാറി നടന്നത്, പച്ചാളത്ത്, അങ്ങനെ പല സ്ഥലങ്ങളിൽ മാറി മാറി നടന്നിട്ടാണ് അവസാനമാണ് പള്ളിവാക്കലച്ചന്റെ നേതൃത്വത്തിലുള്ള അന്നത്തെ KSTക്ക്, അന്ന് KST എന്നാണ് പറയുന്നത്, കേരള സർവീസ് ടീം, KSTക്ക് ഒരു ചിന്ത ഉദിച്ചത്, നമുക്കൊരു ഇത്തിരി സ്ഥലവും കെട്ടിടവും വേണം. പ്രിയപ്പെട്ടവർ, അതിനുവേണ്ടി 2 രൂപയുടെ കൂപ്പൺ അടിച്ചാണ് കേരളത്തിലെ മുഴുവൻ പ്രാർത്ഥനാ സമൂഹങ്ങളിൽ നിന്ന് 2 രൂപ വീതം കളക്ട് ചെയ്താണ് കളമശ്ശേരിയിൽ ഇന്ന് നമ്മൾ കാണുന്ന ആ സ്ഥലവും അവിടെ കാണുന്ന ഒരു കൊച്ചു വീടാണ്, നമ്മൾ ആ ചെല്ലുമ്പോഴേ കാണുന്ന വീടാണ് അന്നത്തെ എമ്മാവൂസ്. ആ വീടിനകത്ത്, അതായത് 6 or 7 പേര് താമസിക്കുന്ന വീടിനകത്ത് 10, 40, 50 പേര് താമസിച്ചാണ് അന്ന് മീറ്റിങ്ങുകൾ കൂടിക്കൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ അതാണ് പിന്നീട് വളർന്നതും നമ്മൾ അല്പം കൂടി വികസിച്ചതുമൊക്കെ. അതുകൊണ്ട് തന്നെ എബ്രഹാം 10 വർഷക്കാലം കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തെ നയിച്ച എബ്രഹാം പള്ളിവാക്കലച്ചന്റെ സാന്നിധ്യം നമ്മളിവിടെ ആഗ്രഹിച്ചിരുന്നു. അനാരോഗ്യ കാരണങ്ങളാൽ അച്ഛൻ നമ്മളോടൊപ്പം ഇപ്പോഴില്ല. രണ്ടാമത് വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് പാലാട്ടി അച്ഛൻ. കരിസ്മാറ്റിക് നവീകരണത്തിന്റെ അതിന്റെ ആത്മീയത എന്താണെന്ന് ഏതു സമയവും മനുഷ്യന്റെ ഉള്ളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്ന കരിസ്മാറ്റിക് നവീകരണത്തിന്റെ ശക്തമായ രൂപീകരണത്തിന് സഹായിച്ച ഫാദർ ജോസ് പാലാട്ടി CMI ധാരാളം ഓടി നടന്നിട്ടുണ്ട്. അച്ഛനും ഇപ്പോൾ തീർത്തും അനാരോഗ്യപരമായ കാരണങ്ങൾ, അച്ഛൻ്റെ ഒരു വീഡിയോ പോലും നമുക്ക് എടുക്കാൻ പറ്റാത്ത വണ്ണമുള്ള അനാരോഗ്യമുള്ള കാരണത്താൽ നമുക്ക് അച്ഛനെ ഇവിടെ നമുക്ക് എത്തിക്കാനായിട്ട് സാധിച്ചില്ല. നമ്മൾ ഇന്നിവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ആളായിരുന്നു ബെന്നി പുന്നത്ര സാർ. കരിസ്മാറ്റിക് നവീകരണത്തിൽ പല ആളുകളും അത്ഭുതത്തോടെയാണ് ഷാലോം എന്ന ആ ചാനലിന്റെ തുടക്കത്തെ നോക്കിക്കണ്ടത്. എങ്ങനെ ഇത് സാധിച്ചു പ്രിയപ്പെട്ടവർ. അങ്ങനെ തുടർന്നാണ് പിന്നീട് പല കാര്യങ്ങളിലേക്കും പലരും നീങ്ങിയത്. അതുകൊണ്ട് ബെന്നി പുന്നത്ര സാറിന്റെ സാന്നിധ്യം നമ്മളിവിടെ പ്രതീക്ഷിച്ചു. സാറിന് ഇപ്പോൾ യാത്ര ചെയ്യാൻ മേലാത്ത വേറെ വലിയ രോഗമൊന്നുമില്ല കേട്ടോ. ആരും ചെന്ന് അയ്യോ സാർ രോഗിയല്ലേ എന്ന് ചോദിച്ചേക്കരുത്. സാറിന് നടുവിന് ഇച്ചിരി പ്രശ്നങ്ങളുണ്ട്, തൽക്കാലം ഇത്തിരി യാത്ര ഒഴിവാക്കാൻ മാതിരിക്കുന്നുണ്ട്. സാർ നമ്മളോട് പോയില്ല. മറ്റൊരാൾ നമ്മളിവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചയാൾ ഇന്നലെ ഇവിടെ നമ്മൾ പാനലിൽ കണ്ട പ്രിയപ്പെട്ട കോൺസ്റ്റന്റൈൻ സാറാണ്. നവീകരണത്തെ അതിന്റെ ദേശീയ ലക്ഷ്യങ്ങളും ഒക്കെ എപ്പോഴും കേരളത്തിൽ എത്തിച്ചുകൊണ്ടിരുന്നത് ബഹുമാനപ്പെട്ട കോൺസ്റ്റന്റൈൻ സാറാണ്. ദേശീയ ചെയർമാനും ഒക്കെ ആയിട്ട് സേവനമനുഷ്ഠിച്ചു. സാറ് 90 വയസ്സ് കഴിഞ്ഞു. സാറിന് ഇവിടെ എത്താൻ പറ്റിയില്ല. മറ്റൊരാൾ നമ്മളിവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച ഒരാൾ എമ്മാവൂസിന്റെ ആദ്യത്തെ ഡയറക്ടറാണ്. പ്രിയപ്പെട്ടവർ, അന്ന് എമ്മാവൂസിന് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ചെയർമാൻ അവിടെ താമസിക്കുന്നില്ല, അച്ഛൻ താമസിക്കുന്നില്ല. അന്ന് അതിന്റെ ഉത്തരവാദിത്വം മുഴുവനും ഒരു ഡയറക്ടർ എന്ന രീതിയിൽ ബേബി ചാക്കോ എന്ന് പറയുന്ന അരിസുടി ചേച്ചിയുടെ ആങ്ങള, യുവജനങ്ങളുടെ പ്രിയപ്പെട്ട ബേബി ചായൻ ധാരാളം വർഷങ്ങൾ ആ എമ്മാവൂസിന് വേണ്ടി പ്ലംബറായും ഇലക്ട്രീഷ്യനായും വെള്ളം കോരുന്നയാളായും ശുചീകരണ തൊഴിലാളിയുമായും ഒക്കെ ആയിട്ടാണ് ഈ ഡയറക്ടർ പ്രവർത്തിച്ചത്.
ബേബിച്ചായന്റെ സാന്നിധ്യം നമ്മളിവിടെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ബേബിച്ചായന് ഇപ്പോൾ സൗണ്ട് മറ്റുള്ളവരോട് സംസാരിക്കുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് വലിയ സമൂഹത്തിൽ ബേബിച്ചായൻ എത്താറില്ല. ഇപ്പോൾ ബേബിച്ചായൻ നമ്മളോട് വളരെ സ്നേഹം അറിയിച്ചിട്ടുണ്ട്. മറ്റൊരാൾ നമ്മളിവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചത് പ്രിയപ്പെട്ടവരെ, ആദ്യകാല അൽമായ സുവിശേഷ പ്രഘോഷകരിൽ വളരെ ശക്തനും ഇന്നും ആ സുവിശേഷ വേല തുടരുന്ന അൽമായനുമായ ബ്രദർ പാപ്പച്ചൻ പള്ളത്ത്, നമ്മൾ അദ്ദേഹത്തെ ഈ വേദിയിൽ പ്രതീക്ഷിച്ചു. നമ്മോടൊപ്പം ഉണ്ടാകാം എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഒരു 10 മിനിറ്റ് മുമ്പാണ് ബ്രദർ വിളിച്ചു പറഞ്ഞ് എനിക്ക് വളരെ പെട്ടെന്ന് ചില പ്രശ്നങ്ങൾ വന്നു, എനിക്ക് എത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഇവരെയും കൂടി നമ്മൾ ഈ വേദിയിൽ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ അത് നമ്മുടെ ഒരു ഓർമ്മയിലേക്ക് ഒന്ന് കൊണ്ടുവന്നതാണ്.